ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ലൈബ്രറിയതും അപ്പോൾ എന്താണ്, ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ പോകാറായി ലീവിനായിരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ യുദ്ധമെല്ലാം പുറപ്പെട്ട് എയർപോർട്ടേ ക്ലോസ് ആയി. എന്ത് ചെയ്യണം, നാട്ടിൽ പോകാൻ പറ്റത്തില്ല, ഇവിടെയും പേടിച്ചിരിക്കണം. ഓരോ സൈറനടിക്കുമ്പോഴും നോക്കും മേലോട്ടോ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ, മെസ്സേജ് പോകുന്നുണ്ടോ, എന്താ പോകുന്നത് അറിയുന്നില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ചേർത്താൻ്റെ കടലിൽ നടക്കും. നാട്ടിലും പോകാൻ പറ്റത്തില്ല, ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതിലെ മിസൈൽ വരും, ഏതിലെ ഡ്രോൺ വരും എന്ന് അറിയത്തില്ല. ഇപ്പം എന്താ, എല്ലാ ആൾക്കാരും ജോലി ചെയ്ത് പോകാതെ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, പിന്നെ നമുക്കൊരു ചാനലൊക്കെ തുടങ്ങി അതിനകത്ത് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ വരിക. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മാളിൽ പോയപ്പോൾ അവിടുന്ന് കണ്ട ഒരു ഹെഡ്ഫോൺ ഉണ്ട്. മടക്കി ഓടിച്ച് പോക്കറ്റ് കയറ്റി വെച്ചോണ്ട് പോകാൻ. വേറെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 299-300 പക്ഷെ എന്ത് ചെയ്യാനും, ഇത് നമ്മുടെ പറ്റ പിന്നെ 3.5 ഒന്നും ഓഡിയോ കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഫോണിലൊന്നും ഇതില്ല, എൻ്റെ ഫോണിലില്ല. പിന്നെ എന്ത് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ലാപ്പിനകത്ത് മാത്രമാണ് അത് കുത്തിയില്ല. അത് കുത്തിയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു റേഡിയോ നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് കണക്ക് കൂട്ടുവാണെങ്കിൽ നമുക്കിവിടെ ഒന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ ഇവിടെ നമ്മളൊരിക്കലും ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ പൈസ മാത്രം കിടക്കും. നാട്ടിലെ കണക്കൂട്ടാൻ നമ്മൾ ഇവിടെ സാധനം പച്ചവെള്ളം പോലെ മേടിക്കില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ഇവിടെ തന്നു കഴിഞ്ഞാൽ ഇവിടത്തോട്ട് ജീവിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പ്രവാസികളുടെ റൂമ്. കണ്ടില്ലേ, അവിടെ അടച്ച് എല്ലായിടത്തും ഓരോ സാധനങ്ങളും കയറ്റി നമ്മുടെ കട്ടിലുകളിൽ വെച്ച് എല്ലാവരുടെ ഡ്രസ്സുകളും മറ്റേതും മറിച്ചതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ ലോകം. എന്താ ചെയ്യാന്, ഈ ഒരു ചെറിയ മുറിക്കകത്ത് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഹാളും കിച്ചണും എന്താണ് ബെഡ്റൂമും എല്ലാം. അപ്പം നേരത്തെ ഞാനങ്ങ് മേളിലായിരുന്നു, അത് ഇവിടെ അല്ലായിരുന്നു, അപ്പുറത്തായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇവിടത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി എല്ലാം വച്ചേക്കുന്നേ ഉള്ളൂ. ആളുടെ സാധനമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാധനങ്ങൾ ഓരോന്നായിട്ട് വെച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഇരിപ്പുണ്ട്, നാട്ടിൽ പോകാൻ വേണ്ടി മേടിച്ച് കൂട്ടി സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അടിയിലും ഇരിപ്പുണ്ട്. എന്ത് ചെയ്യാൻ, എല്ലാം ഇവിടെ തന്നെ ഇരിക്കുക. ഇനി ഫ്ലൈറ്റൊക്കെ വന്നിട്ട് വേണം നാട്ടിൽ പോകാൻ. അപ്പം എല്ലാം നന്നായി വിട്ട് വരട്ടെ, യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ, എല്ലാവർക്കും നാട്ടിൽ പോകാൻ പറ്റട്ടെ. എന്ത് തന്നെ കഴിച്ചു, എപ്പോഴും നമ്മളെ റൂമിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് മടുക്കും. പിന്നെ എന്ത് ചെയ്യാം, ഇറങ്ങി ചുമ്മാ വെളിയിലൊന്നും പോകല്ലോ. ഇത് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഫുഡ് കഴിക്കാനുള്ളത് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി മാത്രമാണ്. റോഡിൽ പോലും ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരെ കണ്ടൊക്കെ നടക്കും. കുഴപ്പമില്ലെന്ന് പറയുന്നു, കുഴപ്പമുണ്ടെന്നും പറയാം. സത്യം എന്താ ആർക്കറിയാം. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.